കൊല്ലത്ത് വനിതാ എസ്ഐയെ മർദ്ദിച്ചതായ എസ്ഐയുടെ ഭാര്യയുടെ പരാതി. പരവൂർ പുതുക്കളം സ്വദേശിയുടെ പരാതിയിൽ ഭർത്താവ് എസ്ഐയും സുഹൃത്തായ വനിതാ എസ്ഐയും അടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെന്നും യുവതി 24-നോട് പറഞ്ഞു. അവിടെ ചെന്ന് എനിക്ക് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കണ്ടത്. ഞാൻ ഒരുമിച്ച് കണ്ടു മീൻസ് യൂണിഫോമിലല്ലായിരുന്നു, സിവിൽ ഡ്രസ്സിൽ. അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റുക. അവിടെ വെച്ച് ഏട്ടനും ഞാനും തമ്മിൽ വഴക്കായി. നീ എന്തിനു വന്നു, ഞങ്ങളവിടെ കണ്ട കാര്യം പറയരുത്, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ആശയാണ്. പൂതക്കുളം സ്വദേശിയായ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് ഭർത്താവിനും സ്പെഷ്യൽ ബ്രാഞ്ച് SI ആശയ്ക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ ഭർത്താവിനെ വിലക്കി. ഇതോടെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കയറി ചെന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആശിച്ചിയുടെ കാലിലാണ് പിടിച്ചത്. ആശ അവിടെ തടഞ്ഞു നിർത്തി എൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, നീ പറയൂടെന്ന് ചോദിച്ചു. അതിനുശേഷം എൻ്റെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി പൊക്കി തന്നെ. നല്ല ഹൈറ്റ് ഉണ്ട് ആശിക്ക്. അങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ കവളത്തടിച്ചു. എൻ്റെ കഴുത്തിന് ഞെക്കി പിടിച്ച് എന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ മോളെ ഇല്ലാതാക്കും, എൻ്റെ അച്ഛനെയും അനിയത്തെയും കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീധനമായി 100 പവനും കാറും നൽകി. വീണ്ടും 50 ലക്ഷം രൂപ ഭർത്താവും ഭർത്തൃവീട്ടുകാരും ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു. ആശയുടെ റിലേഷൻ അറിഞ്ഞതിന് ശേഷം എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്നും എനിക്ക് കല്യാണത്തിന് 100 പവനും കാറും കല്യാണത്തിന് മുന്നേ 5 ലക്ഷം രൂപ അവർക്ക് സ്ത്രീധനമായിട്ട് വേണമെന്ന് അവർ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് അച്ഛൻ ആ പൈസ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണമെന്നാണ് അവരുടെ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കല്യാണ ചെലവിനായിട്ടുള്ള പൈസ നേരത്തെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാനുണ്ടായത്. പരാതിയിൽ ആദ്യം കേസെടുക്കാൻ പോലീസ് വിമുഖത കാട്ടിയെന്നും ആരോപണമുണ്ട്. യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയതോടെയാണ് പരവൂർ പോലീസ് കേസെടുത്തത്. അതേസമയം പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ആരോപണ വിധേയരായ SIമാർ പറഞ്ഞു. 24 കൊല്ലം.